രാവിലെ പിള്ളേരെയൊക്കെ സ്കൂളിലേക്ക് വിട്ടിട്ട് നമ്മൾ നേരെ വന്നേക്കുന്നത് നമ്മുടെ കോട്ടപ്പുറത്തേക്ക് തന്നെ കേട്ടോ. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇവിടേക്ക് വരാറുണ്ട്, മീൻ മേടിക്കാനാണ് വരാറ്. അപ്പോൾ ഇവിടെ വന്നെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് മീനുകൾ കിട്ടും കേട്ടോ. അപ്പം ഇത് അത്യാവശ്യം വിലക്കുറവുണ്ടാവും. പിന്നെ നല്ല ഫ്രഷ്, അത് ജീവനുള്ള മീനുകൾ കിട്ടും. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഇത് കോട്ടപ്പുറമാണോ? കോട്ടപ്പുറം എത്താറായിട്ട് ഇത് രണ്ട് സൈഡിൽ ഇങ്ങനെ കെട്ടുകൾ, അതായത് ഈ ചെമ്മീൻ കെട്ടുകളാണ് അത് ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ ശരിക്കും നിറച്ച് മീനൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ നമ്മൾ പോണത് ഒരു ജോമോൻ ചേട്ടൻ്റെ കടയിലാണ് ഇപ്പൊ നമ്മൾ കുറച്ച് നാളുകളായിട്ട് പോവാറ്. അതിനു മുന്നേ നമ്മൾ പോവാറുള്ളത് ഇവിടെ കണ്ട ഈ രണ്ടും തിരിയണ ഈ വഴി കണ്ട, ഈ വഴിയുടെ അവിടെ നിന്ന് ആ ബസ് കിടക്കണ വഴി കണ്ട ബസ് എടുക്കുന്ന വഴി അതിക്കോടെ പോകുമ്പോൾ അവിടെയും കുറച്ച് കടകളുണ്ട്. അവിടെ നമ്മൾ ഫസ്റ്റ് പോവാറ്. പിന്നെ ഇപ്പൊ പോവാറ് നമ്മൾ ജോമോൻ ചേട്ടൻ്റെ കടയിലാണ്. അവിടെ ചെന്ന് നമുക്ക് കുറച്ചും കൂടി ഓപ്ഷൻസ് ഉണ്ടാവും. പിന്നെ ദേ നമ്മുടെ ഈ പാലം, ഇത് ഭയങ്കര ഫേമസ് ആയ പാലം. ഈ പാലത്തിന് മേലെ നമ്മുടെ പണി സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത്. ദേ കായല് ഡ്രസ്സല്ല കാണാം. ശരിക്കും ഇത്തിരിയും കൂടിയും നേരത്തെ വരണമെങ്കിൽ വഞ്ചിക്കാര് വരും. വഞ്ചിക്കാര് വന്നു കഴിഞ്ഞാൽ അവരുടെ നിന്ന് ഇങ്ങനെ നമുക്ക് മീൻ മേടിക്കാൻ പറ്റൂട്ടാ. പിന്നെ ഞങ്ങള് അങ്ങനെ പോയി മേടിക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോമോൻ ചേട്ടൻ്റെ കടയിൽ നിന്ന് പോയി മേടിക്കണമെങ്കിൽ അവിടെ ചേച്ചിമാരുണ്ടാവും, അവര് മീനൊക്കെ നന്നാക്കി തരും. അപ്പൊ നമുക്ക് ഇത്തിരിയും കൂടി എളുപ്പമുണ്ട്. അപ്പൊ രാവിലെ നമ്മൾ ബോക്സുകളിൽ വെള്ളം നിറച്ച് വെക്കണമെങ്കിൽ നമുക്ക് രാവിലെ തന്നെ വേഗം എടുത്ത് കറി വെക്കാൻ പറ്റൂട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ജോമോൻ ചേട്ടൻ്റെ കടയിൽ പോയി മേടിക്കുക. അപ്പൊ ഇത് കോട്ടപ്പുറം പാലം കണ്ട, ഈ കോട്ടപ്പുറം പാലം കേറി അങ്ങോട്ട് ഇറങ്ങുമ്പോ തന്നെയാണ് കേട്ടോ, റൈറ്റ് സൈഡിലാണ് കടകൾ. അവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഇപ്പൊ ജോമോൻ ചേട്ടൻ്റെ കട മാത്രല്ല, അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാളാഞ്ചിയൊക്കെ ഇല്ലേ, അതൊക്കെ നല്ല ജീവനായിപ്പോടെ അവരിങ്ങനെ വലയിലിട്ട് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ചെന്ന് തൂക്കം നോക്കിയിട്ട് ഇഷ്ടമുള്ളത് എന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് എടുത്തു തരും. അത് കട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തിന് കട്ട് ചെയ്തൊക്കെ തരും കേട്ടോ. പിന്നെ ചെമ്മീനുകൾ തന്നെ പല റേറ്റിലുണ്ടാവും. പിന്നെ ആളുടെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ ഇയാള് രാവിലെ തന്നെ നിന്നിട്ട് മീനൊക്കെ കൊള്ളുന്നൊക്കെ കഴിക്കും. നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് വന്ന് മീൻ മേടിക്കണവരൊന്നല്ല, എപ്പോഴെങ്കിലും വിചാരിച്ചാൽ വന്ന് മേടിക്കുമ്പോൾ കുറച്ച് ഇതാണ് കേട്ടോ നമ്മുടെ കോട്ടപ്പുറം പാലം. നമ്മൾ കയറി ഇറങ്ങി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ടാണ് ചീനവലകളൊക്കെ കണ്ട. ചിലൊരു 6-6:30 ആകുമ്പോൾ ഒരു മീൻ മേടിക്കാൻ. അപ്പൊ ഇത്തിരിയും കൂടി വഞ്ചിക്കാരൊക്കെ വഞ്ചി അടുപ്പിക്കുന്ന സമയമായിരിക്കും. അപ്പൊ ഇത്തിരിയും കൂടി നല്ല മീനൊക്കെ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ വരാറില്ല കേട്ടാ. നമ്മൾ ഈ നേരൊക്കെ നമ്മൾ വരാറ്. ചിലപ്പോൾ ഉച്ചയ്ക്ക് വന്ന് മീൻ മേടിക്കുക. ഇവിടെ എപ്പോൾ വന്നാലും ഉണ്ടാവും മീൻ, അങ്ങനെ സമയമൊന്നുമില്ല. ഇന്നാള് നമ്മൾ വന്നപ്പോ ഉച്ചയ്ക്ക് അങ്ങോട്ട് വന്നല്ലേ, 2 മണിക്ക് അങ്ങോട്ട് വന്ന്. അപ്പോഴും നല്ല ജീവനെപ്പോഴുള്ള കരിമീനും അങ്ങനത്തെ കിട്ടും. ഇവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ അറ്റം തൊട്ട് ഇങ്ങനെ മീൻ കടകളാട്ടാ. ഇവിടെ ഉണക്ക മീനും കാര്യങ്ങളൊക്കെ കിട്ടൂട്ടാ. ഇത് മാത്രല്ല കണ്ട ആൾക്കാരൊക്കെ മീൻ മേടിക്കാൻ വന്നേക്കണ തിരക്ക്. ചെമ്മീനൊക്കെ ഉണ്ട് കേട്ടാ. ബൾക്കായിട്ടൊക്കെ വന്ന് മേടിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇത്തിരിയും കൂടിയും വില കുറവിനും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് ആൾക്ക് മനസ്സിലായി നമ്മളെ കണ്ടപ്പോ തന്നെ. മീനൊന്നും ഇല്ലല്ലോ ഒന്ന്. ഇവിടെയാണ്. അയ്യോ വെള്ളം ഇറങ്ങി പോയില്ലോ, കണ്ടാ? കണ്ട ആ വല കെട്ടിയാണ് കണ്ട. അവിടെയാണ് ഈ എന്തിട്ട് മീൻ തട്ടാ, ചെമ്പല്ലിയെല്ലാം നമ്മൾ മേടിക്കാറുള്ളത്. കാളാഞ്ചിനെ ആ വലയിൽ ഇങ്ങനെ ഇട്ടുണ്ടാവും വെള്ളത്തില്. ഞങ്ങൾ വരുമ്പോ ഇവിടെ വരെ വെള്ളം ഉണ്ടാവും പറഞ്ഞിട്ട്. അപ്പൊ വെള്ളം ഇറങ്ങി പോയേക്കാണ്. എടുക്കാല നമ്മളിന്ന് വന്നന്ന് പ്രത്യേകിച്ച് മീനൊന്നും ഇല്ല കേട്ടാ. ആകെ ചെമ്മീനും വെള്ളം ഇറങ്ങി പോയേക്കാന്ന്. ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ വെള്ളം അയക്കും. ചെമ്മീനുണ്ട് 2-3 വെറൈറ്റി, 240-ന്റെയും പിന്നെ 340-ന്റെയും. പിന്നെ മറ്റേ കുഞ്ഞിന് ഇത്തിരി കൂടി വില കുറവായിരിക്കുമല്ലേ. പിന്നെ പൂമീൻ മേടിച്ചു, അത് കിലോ 350 രൂപ. അത് മേടിച്ചു. ഇതൊക്കെയാ വഞ്ചി, വള്ളം കളിക്ക് ഇറക്കണ വഞ്ചിയാണ് കേട്ടാ. നല്ല രസമില്ലേ കാണാൻ. പിന്നെ ഇത് അറ്റത്തൊരു എന്നിട്ട് കടവൊക്കെ പോലെ സംഭവം ഉണ്ട്.
തുരുത്തിപ്പുറം ആ വഞ്ചിയുടെ പേര്. പിന്നെ ഇതേ ചീനവലകൾ കാണിച്ചു തരാം. ചീനവലകൾ കണ്ടാ, നിറച്ച് ചീനവലകൾ അവിടെ. നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് വരും കേട്ടോ ഇവിടെ മീൻ മേടിക്കാൻ. പക്ഷെ എല്ലാ പ്രാവശ്യം വരുമ്പോൾ നിറച്ച് മീനുകളുണ്ടാവും. ഒരു 100-80 റേഞ്ചുകളിലുള്ള മീനുകൾ നമ്മൾ കൂടുതലും മേടിക്കും. വറുക്കാനും മേടിക്കും, വെക്കാനും മേടിക്കും. അങ്ങനെ വഞ്ചിക്കാരുടെ ബോട്ടുകളൊക്കെ എടുക്കണം. വഞ്ചികൾ, ബോട്ടല്ല. നമ്മുടെ ആ പാലം വന്നെങ്കിൽ നല്ല ഫ്രഷ് മീനെ കിട്ടും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. വില കുറവാന്ന് തോന്നുന്നു അല്ലേ? 240 രൂപയ്ക്കൊക്കെ ചെമ്മീൻ നമ്മുടെ അവിടെ അങ്ങനെ കിട്ടാറൊന്നുമില്ലല്ലോ. അങ്ങനെ നീർക്കാക്കകൾ കണ്ട, നിറച്ച് നീർക്കാക്കകൾ കണ്ടാ. പിന്നെ ഇവിടെ നിന്നാണ് കുറച്ചും കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുസ്രീസ് പാർക്ക് ഉണ്ട്. പിന്നെ എന്നിട്ടാ അവിടെ ആ കട വെക്കില്ലേ, അത് ഇവിടെ നിന്ന് കുറച്ച് പോയാൽ മതിട്ടാ. അവിടെ വഞ്ചി പോണ്ട്, കാണിച്ചു തരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം എടുക്കൂട്ടെ. നമ്മൾ മീൻ സെലക്ട് ചെയ്തിട്ട് പിന്നെ അവർ നന്നാക്കി തരും. നന്നാക്കുന്നതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണം കേട്ടോ. പക്ഷെ നമുക്ക് നന്നാക്കി കിട്ടിയതിൻ്റെ എളുപ്പമില്ലേ കാര്യങ്ങൾ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ബോക്സുകളിലാക്കി വെള്ളം നിറച്ച് ഫ്രീസ് ചെയ്ത് വെക്കും. അപ്പോൾ പിന്നെ കഴുകിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം എടുത്തിട്ട് അത് വെക്കാം. നന്നാക്കി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടല്ലേ. ഐസ് പോയി പിന്നെ നന്നാക്കി. കക്കിയില്ലേ? തീർന്നാ? ആ, ഞാൻ കണ്ടു. കക്ക തീർന്നു. ആ, അപ്പൊ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അധികമൊന്നും കിട്ടിയില്ല. ഉദ്ദേശിച്ച മീനുകളൊന്നും കിട്ടിയില്ല. ആകെ ചെമ്മീനും പൂമീനും മാത്രമേ കിട്ടിയുള്ളൂ. അപ്പൊ ഇത് വെക്കാം. നമ്മൾ വണ്ടിയിൽ തന്നെ ഒരു ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മീൻ വെക്കാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്മെല്ല് വരില്ലേ ഉള്ളിലേക്ക്. അത് ഞാൻ കാണിച്ചു തരാട്ടാ. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ബോണറ്റ് കണ്ട, വണ്ടിയുടെ ബോണറ്റിൽ നമുക്ക് ഇത്ര സ്പേസ് ഉണ്ട്. അപ്പൊ നമ്മള് മീനൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ എവിടെ വെക്കാം. അപ്പൊ അകത്തേക്ക് സ്മെല്ലൊന്നും വരില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ മീൻ മേടിക്കൽ യാത്ര ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഫ്ലോപ്പാന്ന് പറയാൻ കാരണം നമ്മൾ ഉദ്ദേശിച്ച മീനുകളൊന്നും കിട്ടിയില്ല. കാരണം എന്താ വെച്ചാൽ വെയിലി ഇറക്കാന്നല്ലേ, വെയിലി ഇറക്കായതുകൊണ്ട് മീനൊന്നും ഇല്ല എന്നാ പറയണേ. അപ്പൊ നമുക്ക് കിട്ടിയത് ആകെ ചെമ്മീനും പൂമീനായിരുന്നു കേട്ടോ. ചെമ്മീൻ 100ന്റെ ഉണ്ടായിരുന്നു, പക്ഷെ അതവര് കിള്ളിത്തരാൻ സമയം എടുക്കുന്നു. അപ്പൊ ഞങ്ങൾ മേടിച്ചില്ല. പിന്നെ 340ന്റെ 240ന്റെ അങ്ങനെ പല പല റേഞ്ചുകളിലായിരുന്നു. നമ്മള് 340ന്റെ 1/2 കിലോ നന്നാക്കി എടുക്കാൻ സമയം എടുക്കുന്നപ്പോ അവിടെ നന്നാക്കി വെച്ചിട്ട് 1/2 കിലോ മേടിച്ച് തൽക്കാലം പോവാണ്. മഴ പെയ്തു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.